വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജോഗ്രഫി പാർട്ടിൽ മാപ്സ് ആൻഡ് മാപ്പ് സ്കെയിൽസ് എന്ന ടോപ്പിക്സാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂപടങ്ങൾ. ഭൂവിവരങ്ങളുടെ സ്ഥാനീയവും കാലികവുമായ വിശകലനത്തിന് അനിവാര്യമായ ഉപാധിയാണ് ഭൂപടങ്ങൾ. ഇത് ഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നു. ഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഭൂപടങ്ങളാണ്. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണമാണ് ഭൂപടങ്ങൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി എന്നറിയപ്പെടുന്നു. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അതല്ലെങ്കിൽ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ഭൂപടം എന്നർത്ഥം വരുന്ന കാർട്ടെ എന്ന പദത്തിൽ നിന്നും വരയ്ക്കുക എന്നർത്ഥം വരുന്ന ഗ്രാഫിക്സ് എന്ന പദത്തിൽ നിന്നുമാണ് കാർട്ടോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ കാർട്ടോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് കാർട്ടോഗ്രാഫി എന്നതൊരു ഫ്രഞ്ച് വേർഡാണ്. കാർട്ടെ ഭൂപടം എന്നർത്ഥം വരുന്ന കാർട്ടയിൽ നിന്നും വരയ്ക്കുക എന്നർത്ഥം വരുന്ന ഗ്രാഫിക്സിൽ നിന്നുമാണ് ഈ ഒരു പദം രൂപം കൊണ്ടത്. നെക്സ്റ്റ്, ഭൂപടങ്ങളുടെ ചരിത്രം. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് അനക്സിമാൻഡറാണ്. ഗ്രീക്ക് തത്വചിന്തകനായ അനക്സിമാൻഡറാണ് ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത്. അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത് തുകലിലും വെങ്കല ഫലകങ്ങളിലുമായിരുന്നു. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടോലിയസ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് മെർക്കാറ്റർ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടോലിയസ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമി. അക്ഷാംശ രേഖാംശങ്ങളുടെ സഹായത്തോടെ സ്ഥാനനിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് ടോളമി. അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെ സ്ഥാനനിർണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ചത് ഹിപ്പാർക്കസ് ആണ്. ഒരു ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അപ്പം ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട്, അതേപോലെ തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക, ഇവയെല്ലാമാണ് ഒരു ഭൂപടത്തിൻ്റെ അവശ്യ ഘടകങ്ങൾ. അപ്പം തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക, ഇവയാണ് ഒരു ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. അപ്പം ഭൂപടത്തിൽ തോത് എന്ന് പറയുന്നത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. അപ്പോൾ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന തോതുകൾ പ്രസ്താവനാരീതി, ഭിന്നകരീതി, രേഖാരീതി എന്നിവയാണ്. പ്രസ്താവനാരീതി, ഭിന്നകരീതി, രേഖാരീതി എന്നിവ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന തോതുകളാണ്. അതിൽ പ്രസ്താവനാ രീതി എന്നത് സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ്. ഭിന്നക രീതി എന്നത് ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ്. രേഖാരീതി എന്നത് ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതിയാണ് രേഖാരീതി. നെക്സ്റ്റ്, ദിക്ക് എന്നുള്ളത് 4 ദിക്കുകൾ, അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. 4 ഉപദിക്കുകൾ: വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്കുനോക്കി യന്ത്രം.
നെക്സ്റ്റ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. ഭൂപട വായനയ്ക്കുള്ളൊരു മാർഗമാണ് സൂചിക. സൂചികകൾ ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഒപ്പിസോമീറ്റർ, റോട്ടോമീറ്റർ. ഒപ്പിസോമീറ്റർ, റോട്ടോമീറ്റർ എന്നിവ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങളാണ്. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിൻ്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. അപ്പം രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങൾ ഒപ്പിസോമീറ്റർ, റോട്ടോമീറ്റർ. ഒരു സ്ഥലത്തിൻ്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം പ്ലാനിമീറ്റർ. ഇനി മാപ്പ് പ്രൊജക്ഷൻസ് ആണ്. ഇതിൽ പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷൻസ് ആണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, കോണിക്കൽ പ്രൊജക്ഷൻ, അസിമെട്രൽ പ്രൊജക്ഷൻ, മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ എന്നിവ. ഇതിൽ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, ഇത് ലോകത്തെ ഒരു സിലിണ്ടറായിട്ട് ദൃശ്യവൽക്കരിക്കുന്നു. രേഖാംശങ്ങളും അക്ഷാംശങ്ങളും ഇതിൽ നേർരേഖയായി കണക്കാക്കപ്പെടുന്നു. സിലിണ്ടറിലെ ഭൂമധ്യരേഖയുടെ നീളം മധ്യരേഖയുടെ നീളത്തിന് തുല്യമാണ്. അതിനാൽ മധ്യരേഖാ പ്രദേശങ്ങളെ കാണിക്കാൻ ഇത് അനുയോജ്യമാണ്. അപ്പം മധ്യരേഖാ പ്രദേശങ്ങളെ കാണിക്കാൻ അനുയോജ്യമായിട്ടുള്ള മാപ്പ് പ്രൊജക്ഷനാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. സിലിണ്ടറിക്കൽ പ്രൊജക്ഷന് ഉദാഹരണങ്ങളാണ് ഈക്വൽ ഏരിയ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, മെർക്കാറ്റർ പ്രൊജക്ഷൻ, മില്ലർ പ്രൊജക്ഷൻ എന്നിവ. നെക്സ്റ്റ് കോണിക്കൽ പ്രൊജക്ഷൻ. ഭൂഗോളത്തെ ഒരു കോണായി ദൃശ്യവൽക്കരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ലോക ഭൂപടത്തിന് അനുയോജ്യമല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണിത്. തുല്യമായ വിസ്തീർണമോ ശരിയായ ആകൃതിയോ ഇല്ലാത്ത മാപ്പ് പ്രൊജക്ഷനാണ് സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ. നെക്സ്റ്റ് അസിമെട്രൽ പ്രൊജക്ഷൻ. ലോകത്തെ ഏതു സ്ഥലത്തെയും ഒരു പരന്ന കടലാസ് ഷീറ്റായി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്ന പ്രൊജക്ഷനാണ് അസിമെട്രൽ പ്രൊജക്ഷൻ. ധ്രുവ പ്രദേശങ്ങളെ കാണിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രൊജക്ഷനാണ് അസിമെട്രൽ പ്രൊജക്ഷൻ. നെക്സ്റ്റ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. 1569 ഡച്ച് കാർട്ടോഗ്രാഫറായ ജെറാൾഡ് മെർക്കാറ്ററാണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ വികസിപ്പിച്ചത്. ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ. ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രൊജക്ഷനാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ. അറ്റ്ലസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെർക്കാറ്റർ പ്രൊജക്ഷനാണ്. മെർക്കാറ്റർ പ്രൊജക്ഷൻ. നാവിഗേഷനു വേണ്ടിയാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ വികസിപ്പിച്ചിട്ടുള്ളത്. ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷനാണ് മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. ഇതൊരു ക്വസ്റ്റ്യനാണ്. ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. അപ്പം 2016 HSIക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ മെർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ. നെക്സ്റ്റ് ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ രണ്ടായിട്ട് തിരിക്കാം. ഇത് ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും. ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ, അതായത് വില്ലേജ്, വാർഡ് മുതലായിട്ടുള്ള പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നത് ചെറിയ തോത് ഭൂപടങ്ങളും ചെറിയ പ്രദേശങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളുമാണ്. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, അതേപോലെ ചുമർ ഭൂപടങ്ങൾ. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ എന്നിവ ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. കഡസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടം എന്നിവ വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വിവിധ തരം ഭൂപടങ്ങൾ.
ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, നൈസർഗിക സസ്യജാലം, ജ്യോതിശാസ്ത്രം, ദിനാവസ്ഥ, ഭൂവിനിയോഗം തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പം പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഭൗതിക ഭൂപടങ്ങളും മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങളുമാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ തീമാറ്റിക് ഭൂപടങ്ങൾ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ. AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്നും സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വില്യം ലാംപ്ടൺ. ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുനിന്നും സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ലാംപ്ടൺ. വില്യം ലാംപ്ടൺ ആരംഭിച്ച സർവേ പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റ് ആണ്. ജോർജ് എവറസ്റ്റ്. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങളാണ്. അപ്പോൾ കഡസ്ട്രിയൽ ഭൂപടങ്ങൾ എന്താണെന്ന് നോക്കാം. കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്. കഡസ്റ്റർ എന്ന വാക്കിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്. കഡസ്റ്റർ എന്ന വാക്കിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. കഡസ്ട്രിയൽ ഭൂപടത്തിന് ഉദാഹരണമാണ് ഗ്രാമ ഭൂപടങ്ങൾ. അപ്പം കഡസ്ട്രൽ എന്ന വാക്കിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഗ്രാമഭൂപടങ്ങൾ കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ സർവേകൾ ആരംഭിച്ച വർഷം 1802. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ സർവേകൾ ആരംഭിച്ച വർഷം 1802. 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച പ്രധാന സർവേകളാണ് നികുതി സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗണോമെട്രിക്കൽ സർവേ. ഈ സർവേകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കേണൽ വില്യം ലാംപ്ടൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭൂസർവേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണം തിയോഡോലൈറ്റ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭൂസർവേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് തിയോഡോലൈറ്റ്. വില്യം ലാംപ്ടന് ശേഷം ഈ സർവേയുടെ ചുമതല ഏറ്റെടുത്തത് കേണൽ ജോർജ് എവറസ്റ്റ് ആണ്. അപ്പം സർവേ തുടങ്ങി വെച്ചത് വില്യം ലാംപ്ടൺ ആണ്. അദ്ദേഹത്തിന് ശേഷം ഇത് പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ്. ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണ് ഇത്. ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി പിൻകാലത്ത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകി. സർവേ നടപടികൾ പൂർത്തീകരിച്ച വർഷം 1854. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ടോപ്പോഷീറ്റ് എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങൾ എന്നത് എന്താണ്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ.
ധരാതലീയ ഭൂപടത്തിൽ ചിത്രീകരിക്കാനുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളാണ് ഭൗമോപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവ. നെക്സ്റ്റ്, സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യയ്ക്കാണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. 1767 സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഇതിൽ അംഗീകൃത നിറങ്ങളാണ് പറയുന്നത്. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോൺ ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവ കറുപ്പു നിറത്തിൽ സൂചിപ്പിക്കുന്നു. കറുപ്പു നിറത്തിൽ സൂചിപ്പിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോൺ ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ. നെക്സ്റ്റ്, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, അതായത് എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ ഇവ നീല നിറത്തിൽ സൂചിപ്പിക്കുന്നു. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ നീല നിറത്തിൽ സൂചിപ്പിക്കുന്നു. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവ പച്ച നിറത്തിൽ സൂചിപ്പിക്കുന്നു. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ സ്ഥലത്തിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇവ പച്ച നിറത്തിലും കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും സൂചിപ്പിക്കുന്നു. തരിശുഭൂമി വെള്ള നിറത്തിൽ സൂചിപ്പിക്കുന്നു. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ എന്നിവ ചുവപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നതാണ് പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ എന്നിവ. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും തവിട്ടു നിറത്തിൽ സൂചിപ്പിക്കുന്നു. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും തവിട്ടു നിറത്തിൽ സൂചിപ്പിക്കുന്നു. ധരാതലീയ ഭൂപടത്തിലെ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. അപ്പോൾ എന്താണ് ഫോം ലൈനുകൾ? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗമാണ് ഫോം ലൈനുകൾ. അപ്പം ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടത്തിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗം ഫോം ലൈനുകൾ. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗമാണ് സ്പോട്ട് ഹൈറ്റുകൾ. ട്രിഗ്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിൻ്റെ ഉയരം ഒരു ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന മാർഗം ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നറിയപ്പെടുന്നു. ജലസംഭരണികളിൽ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക്. അപ്പം
ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റുകൾ, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്, കോണ്ടൂർ രേഖകൾ. അപ്പോൾ കോണ്ടൂർ രേഖകൾ എന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.